ഇറ്റ്സ് ആമി. എൻ്റെ ചേട്ടൻ ഓസ്ട്രിയയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകും. അതിൻ്റെ വീഡിയോ ആണിത്. 2 to 3 ഇയേഴ്സിനാണ് പോകുന്നത്. സോ കുറേ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒരു റെസ്ട്രിക്റ്റഡ് വെയിറ്റ് ഉണ്ടായിരുന്നു. അത്രയല്ലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ അതിൻ്റെയൊക്കെ വെയിറ്റ് ഒക്കെ നോക്കി അതിനനുസരിച്ചാണ് ഓരോന്ന് പാക്ക് ചെയ്യണത്. പുലർച്ചെ 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഡിന്നറൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. ഇഡ്ഡലി, ചമ്മന്തി അങ്ങനെ കുറേ എടുത്തിട്ട് പോയി. അതൊക്കെ കഴിക്കാൻ കുറച്ച് പ്ലേറ്റ്സും. ഈവനിങ് ആയപ്പോൾ ഞാനും അനിയനും കൂടെ ഒരു സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങാൻ പോയി. ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിയത്. വീട്ടിലെത്തി കാണാണ്ടിരിക്കാൻ ബാക്കിൽ കൂടെ കൊണ്ട് കേക്കൊക്കെ വെച്ച് കഴിഞ്ഞ ആൾ അമ്പലത്തിൽ പോയ ടൈം നോക്കി എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അമ്പലത്തിൽ പോയ ആൾ വന്നു. എല്ലാവരും ഇങ്ങനെ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ എല്ലാവരോടും ചോദിക്കുക. പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്. കേക്കൊക്കെ കണ്ട് ടെൻഷനിൽ പെട്ടെന്ന് കത്തിയൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാൻ പോയി. ഒന്നാമത് പോകുന്ന ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട് പെട്ടെന്ന് സർപ്രൈസ് ആയി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. നമ്മൾ കേക്കൊക്കെ കഴിച്ചു. 6:30 ആയപ്പോൾ എല്ലാവരും വീടൊക്കെ അടിച്ചിറങ്ങി. പിന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമാവാൻ തുടങ്ങി. കരച്ചിലൊക്കെ ആയി. ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവുമല്ലോ. നമ്മൾ 3 കാറിലായിട്ടാണ് പോയത്. കുറച്ച് ഫാമിലി മെമ്പേഴ്സും പിന്നെ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും. കാറൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാനായിട്ട് പുതുക്കാടാണ് നമ്മൾ നിർത്തിയത്. തൃശ്ശൂർ എത്തുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലത്തിന്റെ അപ്പുറത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഒരു നല്ല കാര്യത്തിന് പോകണോണ്ട് അവിടെ പൈസ കിട്ടിയിട്ടാണ് പോയത്. എല്ലാം ഒരു വിശ്വാസമല്ലേ. നമ്മളുടെ മെയിൻ ആള് ഫുഡ് കഴിക്കാണ്. ഈ മുണ്ട കൊടുത്തിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത്. പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്നായിട്ട് വിചാരിച്ചത്. എന്താ ചിരി. അപ്പുറത്ത് തന്നെ വേറെ കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ റോഡിൽ എല്ലാവരും കുറച്ച് ടയർഡായിരുന്നു. ഒരു ചായ ഒക്കെ കുടിച്ചു, ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ മേലെ കൂടെ കുറേ ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഭയങ്കര നേരത്തെയാണ് എത്തി. ഒരു 10 മണിയാകുമ്പോഴേക്കും എത്തി. പുലർച്ചെ 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. സോ നമ്മൾ അവിടുത്തെ സർവീസ് റോഡിൽ പോയി ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫും ലാൻഡിങ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കണ്ടു, ലാൻഡ് ചെയ്യുന്ന കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. ശേഷം ടൈം ആയപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി. ടെർമിനൽ 3-ലായിരുന്നു നമ്മൾക്ക്. സോ ആള് ഡ്രസ്സൊക്കെ മാറ്റാൻ പോയി. ആ ടൈമിൽ നമ്മൾ എല്ലാവരും പോയി ഫ്രഷ് ആയി. ഇതായിരുന്നു എന്റെ കോസ്റ്റ്യൂം. അങ്ങനെ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയി ഇറങ്ങി. വേറെ ഡിപ്പാർച്ചേഴ്സിന്റെ അവിടെ പോയി. ഓസ്ട്രേലിയക്ക് പിന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണല്ലോ. സോ ഷാർജയിലായിരുന്നു ലേ ഓവർ. 10 to 14 hours ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കാനുള്ള ക്യാഷ് ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റ് ആക്കി പോവുകയാണ്. എല്ലാവരുടെ അടുത്തും ബായൊക്കെ പറഞ്ഞ് കുറെ എല്ലാവരും കരഞ്ഞു. ഭയങ്കര സങ്കടമായിരുന്നു. പോകും പഠിക്കാനായിട്ട് പോവല്ലേ, നല്ല കാര്യത്തിന് പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ആക്കും. അങ്ങനെ ബായൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. വിസിറ്റേഴ്സ് ഓൺലിയിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. കുറെ പേര് അങ്ങനെ കയറിപ്പോയി. കുറെ നേരം ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു നിന്നു. അപ്പോൾ ഞാനും അനിയനും ആ ടൈമിൽ വ്യൂവിംഗ് ഗാലറിയിലേക്കുള്ള 2 പാസ് എടുത്തിട്ട് പോയി. ഒരാൾക്ക് 100 രൂപയായിരുന്നു. അങ്ങനെ രണ്ടാളും കൂടെ അതൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോയി. പിന്നെ അടിപൊളിയായിരുന്നു. എല്ലാ ഫ്ലൈറ്റ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ അകത്ത്. അവിടെയൊക്കെ പോയി നമ്മൾ ഓരോ ഫ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇൻഡിഗോ, ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നമ്മളുടെ ലെക്ക് ഉണ്ടാണെന്ന് അറിയില്ല, കുറേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ടു. ആദ്യം എയർ ഏഷ്യ കണ്ടു. അതിങ്ങനെ ബാക്കിലോട്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോയി അവിടെ നിന്ന് അടിപൊളിയായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ടു. ടേക്ക് ഓഫ് ഇത് മേലെ പോകുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് ക്ലിയർ ഉണ്ടായിരുന്നു. മലേഷ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഒക്കെ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു എയർപോർട്ടിൽ. ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഒക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് ബായൊക്കെ